ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ഇടവക ദിന മഹോത്സവത്തിന് സെന്റ് മേരീസ് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്നു സ്വർഗത്തിലെ ലില്ലിപ്പൂ. പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ കീഴടങ്ങാതെ പാപവഴിയിൽ നിന്നും അകന്നുമാറി പുണ്യവതിയായി തീർന്ന വിശുദ്ധ മരിയ തെരേസ ഗൊരെറ്റി. എൻ്റെ സ്നേഹ ഈശോയെ, നീ എപ്പോഴും എനിക്ക് കൂട്ടായിരിക്കണമേ. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എന്ത് ധൈര്യമാണെന്നറിയാമോ? എല്ലാ വിശുദ്ധിയോടും കൂടെ എന്നെ നിന്റെ മണവാട്ടിയാക്കണമേ. പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആമേൻ. മരിയേ, മോളെ മരിയേ, അല്ല ഇതുവരെയായിട്ടും പ്രാർത്ഥന കഴിഞ്ഞില്ലേ? എൻ്റെ മോളെ ഉപവാസം എന്നും പറഞ്ഞ് ഇന്നലെ ഒരു തരി ഭക്ഷണം കഴിച്ചിട്ടില്ല. പ്രാർത്ഥനയിൽ മുഴുകി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും ഉണ്ടാവില്ല അല്ലേ? സിയ ലൊദാത്തോ ജേസു. സിയ ലൊദാത്ത ജേസു റാ ഉസൈബർ. എൻ്റെ അമ്മേ, പ്രഭാത പ്രാർത്ഥന ചൊല്ലണ്ടേ? പിന്നെ ജീസസുമായി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്ത് സമാധാനമാണെന്നോ. ആദ്യ കുർബാന സ്വീകരണത്തിന് എന്നെ ഒരുക്കിയ നെറ്റുനോയിലെ വികാരിയച്ഛൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമായും നിഷ്കളങ്കമായും കാത്തു സൂക്ഷിക്കുന്നതിന് പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്ന്. അതേ മോളെ, പ്രാർത്ഥന തന്നെയായിരുന്നു അമ്മയുടെയും ശക്തി. ലൂയിജിയുടെ കൂടെ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ നിനക്ക് 6 വയസ്സാണ് പ്രായം. ഈ ചതുപ്പ് നിലത്ത് കൃഷിയിറക്കി രാവേറെ ചെല്ലുവോളം ലൂയിജി പണിയെടുക്കും. എത്ര ക്ഷീണിതനാണെങ്കിലും ഒരു ദിവസം പോലും അദ്ദേഹം കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. പപ്പയെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് അമ്മയുടെ വാടിയ മുഖം ഒന്ന് പ്രസന്നമാകുന്നത്. ചുറുചുറുക്കും പ്രസന്നവുമായ ഒരു കാലമുണ്ടായിരുന്നു. എത്ര പണിത്തിരക്കിനിടയിലും ആഞ്ചലോയെ തോളത്തും തെരേസായും എലിസബത്തെയും കൈകളിൽ പിടിച്ച് മുടക്കം കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയിരുന്നു. എന്നിട്ടും ദൈവം അദ്ദേഹത്തെ ദേ അമ്മ തുടങ്ങി. നല്ലവരെ ദൈവം വേഗം വിളിക്കുമെന്നല്ലേ അമ്മ തന്നെ പറയാറ്. പപ്പയില്ലാഞ്ഞിട്ടും അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെ വളർത്തിയത്. സ്വർഗത്തിലിരുന്ന് പപ്പ അത് കാണുന്നുണ്ടാകും. നിന്നെ പഠിപ്പിക്കണമെന്ന പപ്പയുടെ ആഗ്രഹം മാത്രം നടത്താനായില്ല ഈ അമ്മയ്ക്ക്. ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിന് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ലമ്മേ. ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ്. താഴെയുള്ളവർ മുതിർന്നു കഴിഞ്ഞാൽ അമ്മ എനിക്ക് മഠത്തിൽ ചേരാൻ അനുവാദം തരണം. നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഞാൻ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നേ ഇല്ല. അമ്മേ, നമ്മുടെ വീടിന് മുകളിൽ താമസിക്കുന്ന ആ സെറിനെല്ലി കുടുംബക്കാരില്ലേ, അവിടുത്തെ അലസാന്ദ്രോ എന്നെ കൂടെ ശല്യപ്പെടുത്തുന്നുണ്ട്. മോളെ സൂക്ഷിക്കണേ. ഞാൻ അവൻ്റെ അപ്പൻ ജിയോവാനിയോട് സൂചിപ്പിച്ചതാ മോന്റെ ദുശീലങ്ങൾ. അതിന് ജിയോവാനിക്ക് സുബോധമുണ്ടോ? ഏതു നേരം കള്ളൂടിയല്ലേ. പക്ഷേ പണ്ട് ആ അങ്കിള് അങ്ങനെ ആയിരുന്നില്ലല്ലോ അമ്മേ. കൃഷിപ്പണിക്ക് പപ്പയ്ക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയാണ് സീനിയർ ഫെലിക്സ് ജിയോവാനിയെ പപ്പയുടെ അടുത്തേക്ക് വിട്ടത്. അമ്മയില്ലാത്തൊരു മോനും കൂടെയുള്ളത് ആലോചിച്ചാണ് ഞങ്ങൾ മുകളിലെ മുറി അവർക്ക് കൊടുത്തത്. സ്വന്തം മോനെ പോലെ തന്നെയാണ് ഞാൻ അലക്സാന്ദ്രോയെ സ്നേഹിച്ചതും. അവൻ എന്നോട് സഹോദര സ്നേഹമല്ല അമ്മേ. ഇന്നാള് കിണറിനരികെ നിൽക്കുമ്പോൾ അവൻ മോശപ്പെട്ട വർത്താനം പറഞ്ഞു എന്നോട്. മോളെ, എന്തായാലും
ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് സീനിയോർ ഫെലിക്സിന്റെ കയ്യാല മുറിയിലേക്ക് താമസം മാറ്റാം. സീനിയോരെ കമീലയ്ക്ക് അതൊരു സഹായമാകുമെന്നാണ് അവർ പറയുന്നതും. അതെ അമ്മേ, നമുക്ക് സുരക്ഷിതമായൊരു ജീവിതവും ഒരു സ്ഥിര വരുമാനവുമാകും. ഈ കൊയ്ത്തുത്സവം കഴിഞ്ഞോട്ടെ, നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം മോളെ. അതാ ബെർട്ടീന വരുന്നുണ്ടല്ലോ. അസുന്ദ പോവല്ലേ? മോളെ മരിയെ മാർട്ടിനേക്കുള്ള ഉടുപ്പ് തുന്നി കഴിഞ്ഞോ? അത് തന്നെയാണ് ബെർട്ടി ആൻറ്റി ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൊയ്ത്തുത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാനിത് തുന്നി വെച്ചേക്കാം. മോളെ, ഞങ്ങൾ പോവാണേ. വൈകിട്ടത്തേക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. സീനിയോരെ കമീല എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തന്നയക്കാതിരിക്കില്ല. വാ പോകാം. എമ്മയും ലൂസിയും ഒക്കെ നേരത്തെ പോയി. വാ വാ. പെണ്ണുങ്ങളെ, ചെയ്തി പറഞ്ഞിരിക്കാതെ വേഗം പണിയെ തീർക്കാൻ നോക്ക്. സീനിയർ ഇപ്പൊ വരും. എമ്മ, മാഗിക്കിന്ന് എന്താ ഉത്സാഹം! വിരുന്നിന്റെ കാര്യം ഓർത്തിട്ടാണെന്ന് തോന്നുന്നു. പണികൾക്കൊക്കെ നല്ല സ്പീഡുണ്ട്. അതെ, ഇത്തവണ എന്നാ വിളവ് കിട്ടിയെന്ന് വിചാരം? സീനിയർ പറയുന്നത് ഞാൻ നിലവറി വെച്ച് ഒളിഞ്ഞു നിന്ന് കേട്ടു. ഓ, എവിടെ പോയാലും മാഗിക്ക് ഒളിഞ്ഞു കേൾക്കുക ഒരു പതിവാ. പെണ്ണേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇത്തവണ കാര്യമായി എന്തെങ്കിലും കിട്ടുമല്ലേ? ദാ അസുന്തയും ബെർട്ടിനയും എത്തി. അല്ല കൂട്ടരെ, ചണ്ട് ചേർല് കഴിഞ്ഞില്ല ഇതുവരെ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ദാ കഴിഞ്ഞു. ഈ ചാക്ക് കൂടി നിലവറയിൽ എത്തിച്ചാൽ ഈ ആണ്ടിലെ ഗോതമ്പ് കൃഷി കഴിഞ്ഞു. അസുന്ത, ഞാനൊരു കാര്യം കേട്ടല്ലോ. അതും ഒളിഞ്ഞു നിന്ന് കേട്ടതാണോ? പെണ്ണേ, എനിക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. മാഗി, അവളൊരു തമാശ പറഞ്ഞതല്ലേ, വിട്. ഇനി അത് പറഞ്ഞ് തല്ലുകൂടണ്ട. മരിയയ്ക്ക് ഭരണതീത്തൊരു കല്യാണകാര്യം കൊണ്ടുവന്നതല്ലേ നീ കേട്ടത്? നല്ല ആലോചനയാ. പക്ഷെ പെണ്ണ് സമ്മതിക്കുന്നില്ല. മഠത്തിൽ പോകണമെന്ന ഒറ്റ വാശി. ആണോ? എന്റെ വീട്ടിലുണ്ട് 3 എണ്ണം. ഒരെണ്ണത്തിന് ദൈവവിചാരമില്ല. അസുന്ദ, നീ ഭാഗ്യവതിയാ. ഈ നെറ്റുനയിലില്ല നിന്റെ മോളെ പോലെ സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടി. അവളെ പോലെ തന്നെ എന്തു ഭംഗിയാണ് അവൾ തുന്നുന്ന ഉടുപ്പുകൾക്കും. അവൾ ചെയ്യുന്ന എന്ത് കാര്യമാണ് ഭംഗിയില്ലാത്തത്? അവൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊരു തേജസ്സാ! മഠത്തിലെ ബർക്കുസമ്മ പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ അവളെ ഒരു മാലാഖയെ പോലെ തോന്നിക്കുന്ന. ദാ സീനിയർ വരുന്നുണ്ട്, സീനിയോരിയുമുണ്ട്. എന്ത് നല്ല സ്ത്രീ അവര് അല്ലേ? ജമ്മിമാരുടെ ഒരു പത്രാസുമില്ല. Buongiorno. Buongiornado, mia senior. Buongiornado, mia signora. ഗോതമ്പിന്റെ വിളവെടുപ്പ് ഇന്നത്തോടെ തീരുകയാണ്. ജോലിയിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കമീല നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. സീനിയർ നിങ്ങൾക്ക് വേണ്ടി വെനീസിൽ നിന്നാണ് നൃത്തക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത്. നൃത്തം കഴിഞ്ഞാൽ വിരുന്നും. തിരിച്ചു പോകുമ്പോൾ സമ്മാനങ്ങളും വീട്ടിലേക്കുള്ള ഭക്ഷണവും കൊണ്ടുപോകാൻ മറക്കല്ലേ. അസൂന്ത, നിന്റെ മോൾ മരിയ മഠത്തിൽ ചേരാൻ പോകുന്നോന്ന് കേട്ടല്ലോ, ശരിയാണോ? അതെ സീനിയോരെ, അവൾക്ക് അതാത്ര ആഗ്രഹം. അത് നന്നായി. എന്റെ ഗബ്രിയേലയുടെ പ്രായല്ലേ അവൾക്ക്. ലൂയിജി മരിച്ചാലും നീ വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. ലൂയിജിയെ പോലെ ആത്മാർത്ഥതയും കഠിനാധ്വാനിയുമായ ഒരു പണിക്കാരൻ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്റെ ഈ കാണുന്ന ചതുപ്പ് നിലമെല്ലാം പൊന്നു വിളയിക്കുന്ന ഭൂമിയാക്കിയത് ലൂയിജിയാണ്.
ദാ നൃത്തക്കാരെത്തി. വരൂ വരൂ വരൂ. എന്തായാലും എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ഈ കൊയ്ത്തുത്സവം ഗംഭീരമായി ആഘോഷിക്കാം. മരിയ, മരിയ. അലസാന്ദ്രോ, നീ എന്താ ഇവിടെ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നീ പോ. നീ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ആഞ്ചലോയും തെരേസയും ഒക്കെ പള്ളിക്കൂടത്തിൽ പോയിരിക്കുകയല്ലേ. കൊയ്ത്തുത്സവം കഴിഞ്ഞ് നിന്റെ അമ്മ നേരം വൈകിയല്ലേ വരൂ. അതൊക്കെ അറിഞ്ഞു തന്നെയാടി ഞാൻ ഈ സമയത്ത് വന്നത്. അലസാന്ദ്രോ, നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നീ വേഗം പൊക്കോ. ഞാൻ പോകാം, എന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട്. മരിക്കേണ്ടി വന്നാലും അത് നടക്കില്ല അലസാന്ദ്രോ. മരിച്ചാലും ഞാനിന്ന് നടത്തിയിട്ടേ പോകൂ. നിങ്ങൾ സീനിയർ ഫിലിക്സിന്റെ വീട്ടിലേക്ക് താമസം മാറുകയെന്ന് ഞാൻ അറിഞ്ഞു. ആ വീടിന്റെ ഏഴായിലത്ത് പോലും എന്നെ കയറ്റുകയില്ല. ആറ്റുനോട്ട് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിച്ചിട്ടേ പോകൂ. എടാ, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ എന്റെ ലഹരിയാണ് മരിയ. എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. അപ്പന്റെ കൂടെ ഈ വീടിന്റെ മുകളിൽ താമസിക്കുവാൻ വന്നതു മുതൽ ഞാൻ നിന്നെ ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. കല്യാണം കഴിച്ച് ഒരു കുടുംബമായി നമുക്ക് ജീവിക്കാമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഒരു വിവാഹ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാനും നിന്നോട് എത്ര തവണ പറഞ്ഞു. ഞാൻ ഈശോയ്ക്ക് സമർപ്പിതയാണ്. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ നീ ഈശോയുടെ മണവാട്ടിയായി ജീവിച്ചോ. പക്ഷേ ഒരൊറ്റ തവണ നീ എന്റെ മാത്രം മണവാട്ടിയാവൂ. അലക്സാന്ദ്രോ, കടക്കവേളയിൽ നിന്റെ ആ പൂതി നടക്കത്തില്ല. ഞാൻ ഉറക്കെ കരഞ്ഞ ആളെ കൂട്ടും. ഇത് കണ്ടോ മരിയ, നീ ഒരാളെയും വിളിച്ചു കൂട്ടാൻ പോകുന്നില്ല. അലക്സാന്ദ്രോ, ഞാൻ നിന്റെ കാല് പിടിച്ച് യാചിക്കുന്നു. നീ ചീത്ത വിചാരത്തോടെ എന്നെ നോക്കുക പോലരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ലടി. എന്നെ വിടൂ അലക്സാന്ദ്രോ, എന്നെ വിടൂ. ഇത് പാപമാണ് അലക്സാന്ദ്രോ, ഇത് പാപമാണ്. എന്നെ വിടൂ, എന്നെ വിടൂ അലക്സാന്ദ്രോ, എന്നെ വിടൂ. ഇത് പാപമാണ്. മരിയ, മിണ്ടാതിരിക്കടി. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഈശോയുടെ മണവാട്ടിയായി ജീവിക്കാം. അല്ല, എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. എന്നെ വിടൂ അലക്സാന്ദ്രോ, എന്നെ വിടൂ. ഇത് പാപമാണ് അലക്സാന്ദ്രോ, ഇത് പാപമാണ്. എന്നെ വിടൂ അലക്സാന്ദ്രോ, എന്നെ വിടൂ. അശുദ്ധിയോട് ജീവിക്കുന്നതിനേക്കാൾ ശുദ്ധതയോട് മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജീസസ്, 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 ജീസസ്.
എങ്കിൽ നീ ചാവ്, ചത്തു തലടി. മോളെ മരിയ, ഉടുപ്പ് തുന്നി കഴിഞ്ഞോ? ദാ ബെർട്ടി ആന്റി വന്നിട്ടുണ്ട്. ദൈവമേ, ചോരയാണല്ലോ. മോളെ മോളെ നീ എവിടെ? എന്റെ മോളെ, ഞാൻ എന്താ ഈ കാണണേ? ദൈവമേ, എന്റെ മോൾക്ക് ഇതെന്തു പറ്റി? അയ്യോ അയ്യോ, ആരാ ഈ പാപം ചെയ്തത്? മോളെ മോളെ മരിയേ, കണ്ണ് തുറക്ക് മോളെ. മോളെ ബെർട്ടി, ബെർട്ടി, എന്റെ മോളെ, എന്റെ മോളെ. മോളെ മോളെ മരിയെ, കണ്ണു തുറക്കും മോളെ. അസുന്ത ദാ അനങ്ങുന്നുണ്ട്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് വരാം. എമ്മ, എമ്മ, ലൂസി ഓടി വായോ, നമ്മുടെ മരിയ മോള്. പൊന്നുമോളെ, കണ്ണ് തുറക്ക് മോളെ, കണ്ണ് തുറക്ക്. ബെർട്ടി, ബെർട്ടി, എന്റെ മോള്, എന്റെ മോള്. മോളെ മരിയെ, കണ്ണ് തുറക്ക് മോളെ, കണ്ണ് തുറക്ക്. പൊന്നോ, എന്റെ പൊന്നോ മോളെ, കണ്ണ് തുറക്ക്. ദൈവേ, മേലാ സകലം കുത്തിയുണ്ടല്ലോ. മോളെ എന്തുണ്ടായേ? മോളെ എന്തുണ്ടായേ? ബെർട്ടി, ബെർട്ടി, എന്റെ മോള് കണ്ണും തുറന്നതാ. വീണ്ടും വീണ്ടും മയങ്ങി. നമുക്ക് ഇവളെ വേഗം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാം. പിടിക്ക് എമ്മ, കുതിരവണ്ടിക്കാരെ ലോറൻസിയെ വിളിക്കേ. അമ്മേ, അമ്മേ, എന്റെ മരിയ മോളെ, മോളെ എന്തുണ്ടായേ? ആരാ ഇത് ചെയ്തേ? അമ്മേ, അമ്മേ, ആ അലക്സാന്ദ്രയോട് പറയണേ, ഞാൻ ഞാൻ അവനോട് ക്ഷമിച്ചു, ക്ഷമിച്ചു. എടുക്ക്, കുതിരവണ്ടി വന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളെ ആശുപത്രിയിൽ എത്തിക്കാം. എന്റെ മോളെ, മോളെ. ശരീരത്തിലേറ്റ 14 മുറിവുകളുമായി 2 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം 1902 ജൂലൈ 6 മരിയ തൻ്റെ മണവാളൻ്റെ അടുത്തേക്ക് യാത്രയായി. മരിയയെയും അമ്മ അസൂന്തയും അലക്സാന്ദ്രയോട് ക്ഷമിച്ചെങ്കിലും ഇറ്റാലിയൻ കോടതി അലക്സാന്ദ്രയെ 30 വർഷത്തെ കഠിന തടവിനെ വിധിച്ചു. ജയിൽ വാസത്തിനിടയിൽ പശ്ചാത്താപിച്ച അലക്സാന്ദ്രോ ജയിൽ വിമോചിതനായ ശേഷം ഫ്രാൻസിസ്കൻ സഭയിൽ സഹോദരനായി സേവനം അനുഷ്ഠിച്ചു. 1950 ജൂൺ 24 12ാം പിയൂസ് മാർപ്പാപ്പ മരിയ ഗൊരെറ്റിയെ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുണ്യവതിയായി പ്രഖ്യാപിച്ചു. അമ്മ അസൂന്തയും അലക്സാന്ദ്രയും ആ പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു.